സ്നേഹപുറം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമാണെങ്കിൽ കൽപ്പനയുടെ അരികിലേക്ക് വരുവാണ്. അങ്ങനെ ആ താലി കെട്ടാനായിട്ട് കൽപ്പനയുടെ അരികിലേക്ക് അടുത്തടുത്ത് വരുന്ന ഗൗതമിനെ കൽപ്പന തടയുന്നുണ്ട്. ഈ സമയം ഗൗതത്തിനെ തടയുന്നതിനിടയിൽ ഗൗതത്തിൻ്റെ കാരണത്തിട്ട് തന്നെ കൽപ്പന ഒന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. അന്നേരം ഈ കാഴ്ച കൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് ഉർവശി കയറി വരുന്നത്. ഉർവശി ചോദിക്കണേ, കൽപ്പനെ നീ എന്തിനാ ഗൗതത്തിനെ തല്ലിയത്? എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നീ എൻ്റെ മോൻ്റെ ദേഹത്ത് കൈവച്ചത്? എന്താ ഇവിടെ നടക്കുന്നത്? ഗൗതം നിന്നോട് ചോദിച്ചത് എന്താ ഇവിടെ സംഭവിച്ചത്? അന്നേരം കൽപ്പന പറയണേ, നിങ്ങളുടെ മോനോട് തന്നെ ചോദിക്ക്, അവൻ പറയും എന്താ അവൻ കാണിച്ചതെന്ന്. അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിലെ കൽപ്പന ഗൗതത്തിന് നോക്കുക. ഈ സമയം ഗൗതം പറയണേ, ഞാൻ പറയാമേ, സൂര്യയുടെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുന്നത് കാരണമല്ലേ അമ്മക്ക് കൽപ്പനയോട് ഈ ദേഷ്യം. അതുകൊണ്ടല്ലേ അമ്മ കൽപ്പനയെ ഇതുപോലെ പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ കൽപ്പനക്കൊരാഗ്രഹം അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ അവൾക്കും അനുഭവിക്കണമെന്ന്. അതിനുവേണ്ടിയേ എന്നെക്കൊണ്ട് ബലം പ്രയോഗിച്ച് അവളുടെ കഴുത്തിൽ ഈ താലി കെട്ടണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുമായിരുന്നു. അവൾ സൂര്യ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന്, എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് അവൾക്കിഷ്ടമെന്ന്. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേരിൽ തർക്കമുണ്ടായി ഇവിടെ. അതൊക്കെ കേൾക്കുന്നതും കലിപൂട്ടി നിൽക്കുവാണ് ഉർവശി. ഈ സമയം കൽപ്പനയാണെങ്കിൽ ഞെട്ടിപ്പോകുവാണ് ഗൗതമിൻ്റെ ഈ കള്ളത്തരം കേട്ടിട്ട്. അയ്യോ ചെറിയമ്മേ, ഇവൻ പറയുന്നത് കള്ളോ, പച്ച കള്ളോ ഈ പറയുന്നതൊക്കെ? ഇതൊന്നും അല്ല ഇവിടെ സംഭവിച്ചത്. ഇവനാ എൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത്. ഇവൻ ബലം പ്രയോഗിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിച്ചു. ആ സമയം എനിക്കിവൻ അടിക്കേണ്ടി വന്നത്. അന്നേരം അതെല്ലാം കേൾക്കുന്നതും ഉർവശിക്ക് ദേഷ്യം വന്ന കൽപ്പനയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കണേ. നീ എന്താടി വിചാരിച്ചത്? എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം. അവൻ്റെ സ്വഭാവത്തിന് നീ മാർക്കിടാനോ സംസാരിക്കാനോ നിൽക്കണ്ട. നിൻ്റെ സ്വഭാവം എനിക്ക് പണ്ട് അറിയാവുന്നതല്ലേടി. ഇവിടെ നേരത്തെ ഒരുത്തി ഉണ്ടായല്ലോ, നീയും എൻ്റെ മോനും തമ്മിൽ തെറ്റായ രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നവൾ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോടി? എൻ്റെ കാല് പിടിച്ച് നീ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നോട് മാന്യമായിട്ട് പെരുമാറുന്നത് ഗൗതം മാത്രമാണെന്ന്. ഇപ്പോൾ അതേ നീ തന്നെ അതൊക്കെ അവസരത്തിനൊത്ത് മാറ്റി പറയുന്നു അല്ലേടി? നീ പറയുന്ന ഈ കള്ളക്കഥകളൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്കെൻ്റെ മോനെ നല്ലപോലെ അറിയാം. അല്ലെങ്കിൽ തന്നെ ഇവൻ എന്തിനാടി നിൻ്റെ പിന്നാലെ വരുന്നത്? ഒന്ന് കിട്ടിയ നിന്നെ കല്യാണം കഴിക്കാൻ ഇവൻ എന്താ ഭ്രാന്തുണ്ടോ? ഇവൻ്റെ പിന്നാലെ നല്ല അന്തസ്സും കുടുംബ മഹിമയും സ്വത്തും പണവും ഒക്കെയുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഇവൻ്റെ പിന്നാലെ ക്യൂ നിൽക്കും. ഇവനെ കോടീശ്വരനായ ചന്ദ്രശേഖരൻ്റെ ഒരു മകനാണ്. അന്നേരം ഗൗതം പറയണേ, എന്നാലും അമ്മേ, ഏട്ടത്തിയെ പോലെ കണ്ട് സ്നേഹിച്ചിട്ട് ഇങ്ങനൊരു വാക്കാണല്ലോ കൽപ്പനയുടെ നാവിൽ നിന്ന് വന്നത്. സത്യം പറയാമല്ലോ അമ്മേ, ഇത് കേട്ടതും ഞാനങ്ങ് ഷോക്കായിപ്പോയി. മോനെ നീ ചെല്ല്, ഇവൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തോളാം. അങ്ങനെ ഗൗതമോടെ നിന്ന് സന്തോഷത്തോടെ തിരിച്ചു പോകുവാണ്. അന്നേരം ഉർവശിയാണെങ്കിൽ കൽപ്പനയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണേ, എടി ഇനി മേലാൾ നിൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ മോന് നേരെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ സംസാരമോ ഉണ്ടായെന്നറിഞ്ഞാൽ പിന്നെ നിന്നെ ഞാനിവിടെ ഒരു നിമിഷം പോലും വെച്ചേക്കില്ല. നിൻ്റെ കഴുത്തിന് പിടിച്ച് ഞാൻ വെളിയിൽ തള്ളും. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്താലും എന്നെ ചോദ്യം ചെയ്യാൻ വരാനേ ആരും ഉണ്ടാവില്ല. അക്കാര്യം നിനക്ക് ഓർമ്മയുണ്ടാകണം. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും നിനക്ക്. അങ്ങനെ പറഞ്ഞ് കൽപ്പനയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഉർവശി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഇതെല്ലാം കേട്ട് കരഞ്ഞു തളർന്ന് ആകെ വല്ലാത്തൊരവസ്ഥയിൽ സങ്കടപ്പെട്ട് തകർന്നിരിക്കുവാണ് കേട്ടോ കൽപ്പന. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിക്ക് കഞ്ഞി കോരി കൊടുക്കുന്ന രാധികനെയാണ്. ഈ സമയം വരുൺ പറയണേ, മുത്തശ്ശി 2-3 ദിവസം കൂടി കഞ്ഞി കഴിക്കണം, അങ്ങനെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയ്യടാ, അപ്പോൾ എനിക്ക് ആറ്റുവാശ്ശേരി സദ്യ കഴിക്കണ്ടേ? അന്നേരം രാധിക പറയണേ, ഞാൻ ഉണ്ടാക്കുന്ന സദ്യ എന്നാണെങ്കിലും മുത്തശ്ശിക്ക് വിളമ്പുന്നുണ്ട്. ആദ്യം മുത്തശ്ശി പഴയതുപോലെ ഒന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കണ്ടേ? അതിന് നല്ല മിടുക്കി കുട്ടിയായിട്ട് കഞ്ഞിയൊക്കെ കുടിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ അസുഖമൊക്കെ വരില്ലേ? ആകെ അസുഖമൊക്കെ വന്ന് ക്ഷീണിച്ചിരിക്കുവാണ്. മര്യാദക്ക് ഭക്ഷണമൊക്കെ കഴിക്കഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ വന്നത്? ഇനി എന്തൊക്കെ തന്നെ പ്രശ്നമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഒന്നിരിക്കരുത് കേട്ടോ. സാരമില്ല മോളെ, ഞാൻ അങ്ങനെ ഇരുന്നത് കാരണമുള്ളൂ ഇപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് എത്താൻ പറ്റിയത്. എന്നിട്ട് മുത്തശ്ശി എന്തോ കാര്യം ആലോചിക്കണേ. അന്നേരം വരുൺ പറയണേ, ദേ എന്തു പറ്റി? മനസ്സിലായി, മുത്തശ്ശിയുടെ പാതി മനസ്സിപ്പോഴും കടമകളത് തന്നെയാണല്ലേ. ആ പാതി അവിടെ വെച്ചിരിക്കാതെ അതിനെ കൂടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മുത്തശ്ശീനെ തിരികെ വേണം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും ഇങ്ങനെ ചടഞ്ഞു കൂടിയൊന്നിരിക്കാൻ പോകുന്നില്ല. നോക്കിക്കോ, അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങളുടെ പഴയ മുത്തശ്ശിയായി മാറും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്തിനാ ഈ സങ്കടങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇപ്പോഴുള്ള ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ മനസ്സറിഞ്ഞങ്ങ് ജീവിക്കാം. എൻ്റെ ഇടവും വലവും നിങ്ങൾ കൂടെയുള്ളപ്പോൾ മുത്തശ്ശിക്ക് എന്ത് പേടിക്കാനാ? മുത്തശ്ശിക്ക് ഇനി സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ കൈകോർത്ത് പിടിച്ച് ഒന്നായിരിക്കണം. ആ കാഴ്ച മാത്രം ഞങ്ങൾക്ക് കണ്ടാൽ മതി മോനെ. ഇതാ മുത്തശ്ശി കഴിക്കുക എന്നും പറഞ്ഞ് രാധിക മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ കോരി കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശി നമുക്കിന്ന് എന്താണെങ്കിലും ഷൂട്ടില്ലല്ലോ, ഇന്ന് നമ്മളെന്താണെങ്കിലും ഫ്രീയാ, നമുക്കിന്ന് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ? മുത്തശ്ശിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? വല്ല അമ്പലത്തിലോ മറ്റോ? അന്നേരം സുകുമാർ പറയണേ, ഏയ് ഞാനെന്തിനാടി അമ്പലത്തിൽ പോകുന്നത്? മുമ്പ് നിൻ്റെ അച്ഛൻ്റെ ഒപ്പം
അരപ്പട്ടീണിലായിരുന്ന സമയത്ത് ഏതു നേരവും അമ്പലവും വീടും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നല്ലോ. നമ്മൾ എവിടെയാണ് പോയിട്ടുള്ളത്? ആ കുടിസ് പോലെയുള്ള ആറ്റുവാശ്ശേരിയിലെ റൂം, പിന്നെ അവിടുത്തെ അമ്പലത്തിലേക്ക്, വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് പോകാനുള്ള ആ ചെറിയ ഇടവഴി, ഇതൊക്കെ അല്ലാതെ വേറെ എന്താ കണ്ടിട്ടുള്ളത്? ആയുസിൻ്റെ നല്ലൊരു ഭാഗം അങ്ങനെ നരകിച്ച് തീർന്നു. അന്നേരം പ്രിയങ്ക പറയണേ, സാരമില്ലെന്നേ മുത്തശ്ശി, ഇനിയും ബാക്കിയുള്ള സമയം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതല്ലേ. നമുക്കെന്നാലേ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്ഥലം നോക്കി വെക്കാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, ഒരു ദിവസം ഫുള്ളും അടിച്ചു പൊളിക്കാം. പിന്നെന്താടി മോളെ, നീ എന്താണെന്ന് വെച്ചാൽ വേഗം പ്ലാൻ ചെയ്തോ. ഈ സമയത്തായിരിക്കോട്ടോ പ്രിയങ്കൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അങ്ങനെ പ്രിയങ്ക കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ, ആണോ? സത്യമാണോ ഇതൊക്കെ? ശരി, ഞാൻ വിളിക്കാം. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക കോൾ കട്ട് ചെയ്യുക. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, ആരാ മോളെ, ആരാ വിളിച്ചത്? മുത്തശ്ശിക്ക് ഓർമ്മയില്ലേ, നമ്മുടെ വീടിനടുത്തുള്ള ആ രശ്മി ചേച്ചി? ഓ, അവളായിരുന്നോ? അവളോട് ഭർത്താവൊക്കെ ഈ സീരിയലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ വേണ്ടി കുറേ സ്ഥലത്ത് ചാൻസൊക്കെ ചോദിച്ച് നടന്നതല്ലേ? നമ്മുടെ സിനിമയിൽ എന്തെങ്കിലും വേഷം ചോദിച്ച് വിളിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ അവളെയൊന്നും അടുപ്പിക്കണ്ട മോളെ. അതിനൊന്നും അല്ല മുത്തശ്ശി വിളിച്ചത്. പിന്നെന്താ? ചിലപ്പോൾ നിന്നോട് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചോദിക്കാനായിരിക്കും. നിൻ്റെ കയ്യിലിപ്പോൾ ആവശ്യത്തിന് പണമുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ എന്തിനെങ്കിലും ആണോ? അതൊന്നും അല്ല മുത്തശ്ശി, നമുക്ക് സന്തോഷം ഉണ്ടാവുന്നൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അതെന്ത് കാര്യമോ? അവിടെ നമ്മുടെ ആറ്റുവാശ്ശേരി വീട്ടിലുണ്ടല്ലോ ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ടെന്ന്. അതിഥിയോ? ആരാ അത്? ആ വരണക്ക് ഇപ്പോൾ അവിടെയാണല്ലോ താമസിക്കുന്നത്. അവനെ കാണാനായിട്ട് അവൻ്റെ വല്ല കൂട്ടുകാരെ എത്തിക്കാനും. അവൻ്റെ കൂട്ടുകാരൊന്നുമല്ല, അവൻ്റെ പ്രാണനാണ് അവിടെ എത്തിയിരിക്കുന്നത്. ആര്? കണിമംഗലത്ത് ജയഭാരതി മുത്തശ്ശി. സത്യമാണ് നീ പറയുന്നത്? അതേന്നേ, രശ്മി ചേച്ചി പറയുന്നത് അവരവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. മാത്രമല്ല അവരെ കണിമംഗലത്ത് നിന്നും അടിച്ചിറക്കിയെന്നൊരു സംശയം ചേച്ചിക്കുണ്ടെന്നും. ആദ്യം വരുൺ വന്നു, ഇപ്പതാ കണിമംഗലത്ത് ജയഭാരതി തന്നെ അവിടെ എത്തിയിരിക്കുന്നു. ഇനി ഇതിന് പിന്നാലെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടി അങ്ങോട്ടേക്ക് എത്തുമോ? അങ്ങനെ ആറ്റുവാശ്ശേരി അവരവരുടേതായിട്ട് പിടിച്ചടക്കിയെടുക്കുമോ? ഇക്കണക്കിന് പോയാൽ അങ്ങനെ പലതും കാണേണ്ടി വരും മുത്തശ്ശി. അച്ഛനാണെങ്കിൽ ഇതിലൊക്കെ വലിയ സന്തോഷമാണല്ലോ. അന്നായിട്ട് മുത്തശ്ശി പറയണേ, എടി മോളെ, അങ്ങനെ ഇതിനങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? നമ്മളങ്ങനെ ഇതും കണ്ട് കൈയും കെട്ടി വെറുതെ നോക്കിയിരിക്കണം എന്നാണോ നീ പറയുന്നത്? മുത്തശ്ശി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ആറ്റുവാശ്ശേരി മുത്തശ്ശിയുടെ അല്ലേ, അപ്പോൾ മുത്തശ്ശി പറയുന്ന കാര്യങ്ങളല്ലേ അവിടെ നടക്കും. അന്നേരം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും നീ ഇന്നൊരു യാത്ര പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് അതിന് പറ്റിയ ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് നേരെ ഇന്ന് ആറ്റുവാശ്ശേരിയിലേക്ക് തന്നെ പോകാം. കണിമംഗലത്തെ ജയഭാരതി തമ്പുരാട്ടി അവിടെ എത്തിയ സ്ഥിതിക്ക് അവരോട് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അവരല്ലേ നിന്നെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ തന്നെയുള്ള പ്രധാന കാരണം. അവർ കൊടുത്ത ധൈര്യത്തിലല്ലേ ആ രാധിക കിടന്ന് ചാടി തുള്ളിയതും നിന്നെ അടിച്ചതും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരു പണി കൊടുക്കണ്ടേ? നിന്നെ കുറേ ഉപദ്രവിച്ചിട്ടുള്ളതല്ലേ ആ തെണ്ണുമ്പുള്ള. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങ് വന്ന് സുഖിച്ച് താമസിക്കുമ്പോൾ നമുക്കത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? ശരിയാ മുത്തശ്ശി, പക്ഷേ കഴിഞ്ഞ തവണ അവിടെ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മുത്തശ്ശി മറന്നിട്ടില്ലല്ലോ. നമുക്ക് ഒരു തോൽവി സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഭയന്നിരിക്കേണ്ട കാര്യമുണ്ടോ? വിജയത്തിന് മുമ്പോടിയാണ് തോൽവി എന്നല്ലേ പറയുന്നത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാടി, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. പറ്റുവാണെങ്കിൽ അവൻ്റെ മുത്തശ്ശിയെ പറയാനുള്ളതൊക്കെ പറയാം. അതെല്ലാം കേട്ട് നാണം കേട്ട് അവൻ ചിലപ്പോൾ മുത്തശ്ശിയും കൂട്ടി അവിടെ നിന്നിറങ്ങിയാൽ നമുക്കല്ലേ ലാഭം അത്. ശരിയാ മുത്തശ്ശി, എന്നാൽ പിന്നെ നമുക്ക് വേഗം റെഡിയാകാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ആറ്റുവാശ്ശേരിയിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിനെയാണ് കേട്ടോ. ബെഞ്ചമിൻ മാസ്കൊക്കെ വെച്ച് മുഖം മറിച്ച് റോട്ടിലൂടെ നടന്നു വരുമായിരിക്കും. പെട്ടെന്നാണ് വഴിയരികിൽ വെച്ച് സാറയും ചന്ദ്രശേഖരനും കൂടി വളരെ ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിക്കുകയും കൊഞ്ചു നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്നത്. അതുകൊണ്ട് ബെഞ്ചമിൻ അവരുടെ കണ്ണിൽപ്പെടാതെ കുറച്ചങ്ങ് മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം സാറയും ചന്ദ്രശേഖരും കൂടി ഭയങ്കര കാര്യമായിട്ട് കുറേ സംസാരിക്കുന്നൊക്കെയുണ്ട്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സത്യം പറയാലോ സാറാ, തന്നോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ സമയം പോകുന്നതേ അറിയുന്നില്ല. തന്നെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞ് പോകേണ്ടതിൽ വല്ല വിഷമമുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുമല്ലേ. ഇയാളുടെ അടുത്തു നിന്നാണെങ്കിൽ പോകാനും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്ര ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്ത് തന്നെ നിന്നോ, നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കാന്നേ. അയ്യോ അത് പറ്റില്ല, ഇന്നത്തെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻറ്റാണ്, പോയില്ലെങ്കിൽ വലിയ നഷ്ടം ഉണ്ടാവും. അന്നേരം സാറ പറയണേ, അല്ലെങ്കിൽ തന്നെ ഞാനത് ചുമ്മാ പറഞ്ഞതാ. ആദ്യം മീറ്റിംഗ്, ബിസിനസ്സാണ് ഏറ്റവും പ്രയോറിറ്റി, നമുക്കതിന് ശേഷം സംസാരിക്കാമല്ലോ. എന്നാൽ ചന്ദ്രചന്ദ്രൻ അങ്ങനെ പറഞ്ഞ് യാത്രയാക്കുവാണ്. അങ്ങനെ ചന്ദ്രശേഖരൻ കാർ കൊടുത്ത് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സാറ തൻ്റെ കാറിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ബെഞ്ചമിൻ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ ബെഞ്ചമിനെ കാണുമ്പോൾ ആദ്യം സാർക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയം ബെഞ്ചമിൻ മുഖം മാസ്കൊക്കെ മാറ്റുവാണ്. അന്നേരം സാറ ചോദിക്കണേ, ബെഞ്ചമിൻ നീ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പോലീസുകാരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ പിന്നെ തീർന്നതാ. അന്നേരം ബെഞ്ചമിൻ പറയണേ, എനിക്കറിയാം
പക്ഷെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊന്നും റെഡിയായിട്ടില്ലല്ലോ. അല്ല, അതിരിക്കട്ടെ, കണിമംഗലം പിടിച്ചെടുക്കുന്നതിലൂടെ മറ്റു ചില ലക്ഷ്യങ്ങളും കൂടിയുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ കണ്ടു ആ ചന്ദ്രശേഖരനുമായിട്ടുള്ള നിൻ്റെ സംസാരവും പെരുമാറ്റമൊക്കെ. ഇതായിരുന്നല്ലേ നിൻ്റെ ലക്ഷ്യം? ഇതിനു വേണ്ടിയാണോ നീ കണിമംഗലം കീഴടക്കാൻ നോക്കിയത്? അന്നേരം സാറ് പറയണേ ഞാൻ ചന്ദ്രശേഖരനുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെയല്ല, പ്രണയത്തിലാണെന്നാണ് ആ മണ്ടൻ ചന്ദ്രശേഖരൻ വിശ്വസിക്കുന്നത്. പക്ഷേ സത്യത്തിൽ അത് ഈ സാറയുടെ ഒരു ചതിക്കണിയാണ്. എൻ്റെ മനസ്സിൽ വലിയൊരു പ്രതികാരമുണ്ട്. വലിയൊരു കണക്ക് ചോദിക്കല എൻ്റെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണിത്. ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുവാണെന്നാണ് അയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ സാറൊക്കെ എന്താ വേറെ ആരെയും കിട്ടില്ലേ പ്രണയിക്കാനായിട്ട്? എൻ്റെ പിന്നാലെ സുന്ദരന്മാരും കോടീശ്വരന്മാരുമായിട്ടുള്ള പല ചെറുപ്പക്കാരുമാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ കിളവനെ സെലക്ട് ചെയ്യുമെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടല്ലോ. എൻ്റെ മനസ്സിൽ ഒരിക്കലും അടങ്ങാത്തൊരു പ്രതികാരമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. കണിമംഗലം വെട്ടിപ്പിടിക്കാൻ ആ മണ്ടന് കൂട്ടുനിന്നതും ഒക്കെ. എന്താ സാറാ, എന്താ നിൻ്റെ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അതുവരെ നീ കാത്തിരിക്കും. അങ്ങനെ പറഞ്ഞ് സാർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം എന്താണെന്നറിയാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്ടോ ബെഞ്ചമിൻ. പിന്നീട് കാണിക്കുന്നത് രാധിക പൊതിച്ചോറും ഒക്കെ ആയിട്ട് അതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ പോകാൻ റെഡിയായി നിൽക്കുവാണ്. ഈ സമയം വരണാണെങ്കിൽ രാധികയ്ക്ക് അതൊക്കെ കൊടുക്കാനുള്ള വാഴയിലെ മറ്റ് സംഭവങ്ങളൊക്കെ റെഡിയാക്കി രാധികയുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അന്നേരം യശോദയും പുറത്തേക്ക് വരുവാണ്. മോനെ, മോനിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? എൻ്റെ അമ്മേ, ഈ ഒരു ചെറിയ കാര്യമെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതെ രാധികേ, ഞാനേ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. നമ്മുടെ ബിസിനസ് ഇപ്പോൾ എന്താണെങ്കിലും കുറച്ച് മെച്ചപ്പെട്ട് വരുവാണല്ലോ. അത്യാവശ്യം നല്ല ഓർഡറും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കുള്ള പണിയെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. തനിക്കെന്താണെങ്കിലും പാചകത്തിൽ ശ്രദ്ധിച്ചല്ലേ പറ്റുള്ളൂ. താനല്ലേ മെയിനായിട്ട് പാചകക്കാരി. മാത്രമല്ല അമ്മയും തന്നെ സഹായിക്കണം. അങ്ങനെയുള്ളപ്പോൾ എനിക്കും അച്ഛനും പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഓർഡർ എടുക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നാളെ മുതൽ കൊടുക്കാനുള്ള പൊതിച്ചോറൊക്കെ ഞാൻ കൊണ്ട് ഡെലിവറി ചെയ്യാം. എന്താ, അതിനോക്കെയല്ലേ? അന്നേരം രാധിക പറയണേ, അതെ വരണേ, ഐഡിയ പറയാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഐഡിയ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഇതിനെന്താ ഇപ്പോൾ കുഴപ്പം? തൽക്കാലം എൻ്റെ ഭർത്താവേ അങ്ങനെ ഹോം ഡെലിവറി ഒന്നും ചെയ്ത് നടക്കണ്ട. കണിമംഗലത്തെ വരണേ പൊതിച്ചോറ് വിൽക്കുന്ന ആളാണെന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ തൽക്കാലം പറയിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എടോ, താൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഏതൊരു ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ടെന്ന്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ വരുണ് ചെയ്യാനായിട്ട് ഇതിലും വലിയ ജോലികളൊക്കെ ഉണ്ട്. അതിന് എനിക്കിതുവരെ ജോലിയൊന്നും കിട്ടിയില്ലല്ലോ. സാരമില്ല, പതിയെ കിട്ടിയാൽ മതി. അതുവരെ മോൻ റെസ്റ്റ് എടുക്കട്ടോ. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എടോ രാധിക, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആറ്റുവാശ്ശേരിയുടെ സകല സ്ഥലങ്ങളും ഞാൻ പഠിച്ചെടുക്കില്ലേ? പിന്നെന്താ പ്രശ്നം? തൽക്കാലം വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ അത്യാവശ്യം എനിക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അഥവാ എനിക്ക് പറ്റാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ അപ്പം ആലോചിക്കാം. ഇപ്പോൾ മോൻ പോയി റെസ്റ്റ് എടുക്കട്ടോ. എന്നാൽ ശരി അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരുൺ യശോദയോട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അമ്മ ഒരു കത്തി എടുത്തുക. ഞാനേ തൊടിയിൽ പോയി കുറച്ച് വാഴയിൽ വെട്ടിക്കൊണ്ട് വരാം. അതൊന്നും മോൻ ചെയ്യേണ്ടെന്നേ. എൻ്റെ അമ്മേ, അതെങ്കിലും എന്നെ കൊണ്ടൊന്ന് ചെയ്യിക്കും. ഞാനും ഇവിടെ അഭയാർത്ഥിയായിട്ട് വന്നിരിക്കുവാണ്. ഇപ്പോൾ എൻ്റെ മുത്തശ്ശിയും കൂടിയുണ്ട്. എന്തേലുമൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? മോൻ ഇവിടെ വന്ന് താമസിക്കുന്നതിലും അതുപോലെ ജയഭാരതിയമ്മ വന്ന് താമസിക്കുന്നതിലും ഞങ്ങളൊരിക്കലും ഒരു ഭാരമായിട്ട് കാണില്ല. ഞങ്ങൾക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ വീടല്ലേ മോൻ അങ്ങനെ കരുതിയാൽ മതി. ഇനി മോൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നാലും അതിലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരു ജോലി എടുപ്പിക്കുന്നില്ലെന്ന് മോൻ പരാതിയൊന്നും പറയണ്ട. ഇതാ കത്തി, മോൻ പോയി മുറിച്ചിട്ട് വാ. അങ്ങനെ വരുൺ സന്തോഷത്തോടെ ആ കത്തിയും വാങ്ങി തൊടിയിലേക്ക് പോകാൻ നിൽക്കുവാണ്. ഈ സമയം കാറ് പുറത്തിട്ട് അവിടെ സുകുമാരി അമ്മയും പ്രിയങ്കയും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അന്നേരം കത്തിയും പിടിച്ച് തൊടിയിലേക്ക് പോകുന്ന വരുണിനെ അവർ കാണുക. അതുകൊണ്ട് പ്രിയങ്ക ചിരിച്ചുകൊണ്ട് ചോദിക്കണേ, ദേ ആ വരുണല്ലേ പോകുന്നത്, ഇവനിതെങ്ങോട്ടാണ് പോകുന്നത്? അന്നേരം മുത്തശ്വരനെ അവൻ്റെ കയ്യിലിരിക്കുന്ന കത്തി കണ്ടാൽ അറിയില്ലേ, അവളുടെ പൊതിച്ചോറ് പൊടിയാൻ വേണ്ടി വാഴയിലോ മറ്റോ മുറിക്കാൻ പോകുമായിരിക്കും. ശരിയാ മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ ഇവൻ വെറുതെ ഇരിക്കുവാണല്ലോ, അപ്പോൾ അവളെ ഇവനിട്ടൊരു പണി കൊടുത്തതായിരിക്കും. എടി മോളെ, കാര്യം അവൾ നല്ല എളുപ്പത്തിലേക്ക് ഇരിക്കുമെങ്കിൽ അവളുടെ ഉള്ളിലും കാണില്ലേ കുശുമ്പ് മുന്നായ്മയൊക്കെ. അവളെ കുറേ തറ തുറപ്പിക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്തവരല്ലേ ഇപ്പോൾ ഇവിടെ അഭ്യർത്ഥികളെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്കിട്ടൊക്കെ നൈസായിട്ടൊരു പണി കൊടുക്കാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടന്മാർക്കത് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും നീ വാ, തൽക്കാലം നമുക്കിത് പറ്റിയ അവസരമാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ആ ജയഭാരതിനെ നേരി കാണാം. പറയാനുള്ളതല്ല അവരോട് പറയാം. ശരിയാ മുത്തശ്ശി പറഞ്ഞത്. ആ രാധിക എന്താണെങ്കിലും ഡെലിവറിക്കായിട്ട് പുറത്തേക്ക് പോയിരിക്കുക. അവൾ വരാൻ സമയമെടുക്കും. അച്ഛനും കൂടിയില്ല. മാത്രമല്ല വരുണും പുറത്തേക്ക് പോയി. ഇപ്പം വീട്ടിൽ
ജയഭാരതി മുത്തശ്ശിയും അതുപോലെ അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ ഇതിലും പറ്റിയ സമയം എനിക്ക് കിട്ടില്ല. അവർ വന്നാലേ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റില്ല. ശരിയാ, നീ വാ. നമ്മൾ നേരെ ചെല്ലുന്നു ആ ജയഭാരതിയുടെ മുമ്പിലേക്ക്. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ളതെല്ലാം പച്ചക്ക് തന്നെ പറയുന്നു. അത് കേട്ട് ആ വരുൺ വന്ന് മുത്തശ്ശിയെ അപമാനിച്ച സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനും കൂടി ഇവിടെ നിന്നിറങ്ങിയാൽ നിനക്ക് വിഷമം ഉണ്ടാകുമോ? എനിക്കെന്ത് വിഷമം? എനിക്കതിലും വലിയ സന്തോഷം വേറെ കിട്ടാനില്ല. അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് ചിരിച്ച് നിൽക്കുന്ന മുത്തശ്ശീനെയും പ്രിയങ്കേനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് ജയഭാരതി അമ്മ റൂമിൽ കിടക്കുമായിരിക്കും. ഈ സമയം സുകുമാരിയും പ്രിയങ്കയും കൂടി ജയഭാരതി അമ്മയുടെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. അവരെ കാണുന്നതും ജയഭാരതി പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഈ സമയം ജയഭാരതിനെ കളിയാക്കിക്കൊണ്ട് സുകുമാരി പ്രിയങ്കയും ഓരോന്നൊക്കെ പറയുവാണ്. വളരെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ജയഭാരതിയാണെങ്കിൽ പ്രശ്നത്തിനൊന്നും പോകാതെ സൗമ്യോട്ട് തന്നെ അവരോട് സംസാരിക്കുക. സുകുമാരി, മുമ്പ് ചെയ്ത കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതൊക്കെ നമുക്ക് മറക്കാം. അന്നേരം സുകുമാരി പറയുന്നുണ്ട്, നിങ്ങളെ എന്നെ എൻ്റെ മോളെയും ഒരുപാട് ഉപദ്രവിച്ചതാ. ആ കണിമംഗലത്ത് നിന്ന് ഞങ്ങളെ ആട്ടി ഇറക്കി വിടാൻ നോക്കിയില്ലേ? അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വന്ന് നിന്ന് സുഖിക്കണ്ട. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം. അങ്ങനെ അവരുടെ മറുപടിയൊക്കെ കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ്ട് മുത്തശ്ശി. ഈ സമയം യശോദയും അവരുടെ അരികിലേക്ക് എത്തുക. എന്താ ഇത്? നിങ്ങളോട് രണ്ടുപേരോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞത്? എടി യശോദേ, നീ മാറി നിൽക്ക്. കണിമംഗലത്തെ ജയഭാരതിയുടെ കരണത്തടിക്കുന്നത് പാപമാണെങ്കിൽ ആ പാപം എന്നെക്കൊണ്ട് വെറുതെ ചെയ്യിക്കരുത്. മര്യാദയ്ക്ക് ഇവരെ ഇപ്പം തന്നെ ഇവിടെ നിറക്കി വിട്ടേക്കണം. അന്നേരം യശോദ മുമ്പിൽ കയറി നിന്നിട്ട് പറയണേ, ഇല്ല, ജയഭാരതി അമ്മയുടെ ദേഹത്ത് കൈവെക്കാനേ ഞാൻ സമ്മതിക്കില്ല. നീ അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞ് സുകുമാരിയമ്മ യശോദയെ തള്ളി താഴെയിടുവാണ്. ഈ സമയം വരുണും രാധികയൊക്കെ അവിടെ തിരികെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ മുത്തശ്ശീനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് വരുൺ പൊട്ടിത്തെറിക്കണേണ്. വരുൺ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയണേ, ഇവരെ തിരുത്താനായിട്ട് ആരെ കൊണ്ടും പറ്റില്ല. ഏത് തെരുവിലേക്കാണെങ്കിലും എൻ്റെ മുത്തശ്ശിയുടെ കൂടെ ഞാനും വരും. അങ്ങനെ പറഞ്ഞ് വരുൺ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുവാണ്. ഈ സമയം അതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ പ്രിയങ്കയും സുകുമാരിയും. അന്നേരം രാധിക പറയണേ, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ മുത്തശ്ശിയും വരുണും മാത്രം ഒരിക്കലും ഇവിടെ നിറങ്ങുന്നത്. ഞാനും വരും നിങ്ങളുടെ ഒപ്പം. അതുകൂടി കേൾക്കുന്നതും പ്രിയങ്കയ്ക്കും സുകുമാരിക്കും ഡബിൾ സന്തോഷമാകുവാണ്. അവരങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുവാണ്. ഈ ഒരു സമയത്തായിരിക്കും പുറത്തു പോയ ദേവനാരായണനും തിരികെ എത്തുന്നത്. അങ്ങനെ ദേവനെ കാണുന്നതും ചെറിയൊരു ടെൻഷനിൽ നിൽക്കുന്ന മുത്തശ്ശീനെയും പ്രിയങ്കേനെയും ഒക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്